കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം മേഖലയിൽ അടച്ചിട്ട വീടുകളിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. പുതുക്കാട് സ്വദേശി കരയാം വീട്ടിൽ വിനോദിനെയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. നഗരസഭ അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം കോമ്പൗണ്ട് അനധികൃത പാർക്കിംഗ് കേന്ദ്രമായി മാറിയതായി ആക്ഷേപം. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച സ്റ്റേഡിയം ഇതുവരെയും കായിക താരങ്ങൾക്ക് നഗരസഭ തുറന്നുകൊടുത്തിട്ടില്ല. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിലെ ആദ്യത്തെ ബോട്ട് ജെട്ടി നിർമ്മാണം കയ്പമംഗലത്ത് കനോലി കനാലിന്റെ തീരത്ത് ആരംഭിച്ചു. പെരിഞ്ഞനം കയ്പമംഗലം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കാക്കാത്തുരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം മേഖലയിൽ അടച്ചിട്ട വീടുകളിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. പുതുക്കാട് സ്വദേശി കരയാം വീട്ടിൽ വിനോദിനെയാണ് ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി KG സുരേഷ്, കാട്ടൂർ ഇൻസ്പെക്ടർ ER ബൈജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. ഇക്കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഹൗസ് റോഡിൽ 2 വീടുകളിൽ മോഷണം നടന്നിരുന്നു. പരാരത്ത് പറമ്പിൽ സന്ദീപ്, കോണത്ത് മൈക്കിൾ എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത്. ഈ കേസിലും പ്രതിയാണ് വിനോദ് എന്ന് പോലീസ് പറഞ്ഞു. സന്ദീപിന്റെ വീടിന്റെ അടുക്കള വാതിൽ പൊളിച്ച് അകത്തു കടന്ന പ്രതി വെള്ളി ആഭരണങ്ങൾ കവർന്നു. സന്ദീപും കുടുംബവും വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു കവർച്ച നടത്തിയത്. മൈക്കിളിന്റെ വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്ന പ്രതി അകത്ത് കയറിയെങ്കിലും ഒന്നും തന്നെ ലഭിച്ചില്ല. ജൂലൈ 23-ന് പടിയൂർ പഞ്ചായത്തിന് സമീപമുള്ള വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലും അരിപ്പാലത്ത് മറ്റൊരു വീട് കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലും പ്രതിയായ ഇയാളെ പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. ചൊവ്വാഴ്ച രാത്രി പെൺസുഹൃത്തിനെ കാണാനെത്തിയപ്പോഴാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് സീനിയർ CPO CG ധനേഷ്, ES ജീവൻ, CPO KS ഉമേഷ് എന്നിവർ പ്രതിയെ പിടികൂടിയത്. പടിയൂരിലെ മോഷണക്കേസ് അന്വേഷണത്തിനിടെയാണ് അരിപ്പാലത്തെ അടഞ്ഞുകിടന്ന വീട്ടിലും മോഷണം നടന്നത്. ഇതോടെ അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ മോഷണങ്ങൾ നടന്നിട്ടുണ്ടാകാമെന്ന സംശയത്തിലായിരുന്നു അന്വേഷണ സംഘം. CCTV ദൃശ്യങ്ങളും ഈ വഴികളിലൂടെ സഞ്ചരിച്ച വാഹനങ്ങളും കണ്ടെത്തി. പ്രതിയെയും പെൺസുഹൃത്തിനെയും അന്വേഷണ സംഘം തന്ത്രപരമായി നിരീക്ഷിച്ച ശേഷമായിരുന്നു പിടികൂടിയത്. വിനോദ് പിടിയിലായതോടെ കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 3ഉം ഇരിങ്ങാലക്കുട 4ഉം കൊടുങ്ങല്ലൂർ 2ഉം മതിലകം പറവൂർ ചേർപ്പ് ഭാഗങ്ങളിൽ ഓരോ കേസുമാണ് തെളിഞ്ഞത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഈ വർഷത്തെ ഓണപരീക്ഷയടക്കം തീയതി വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചു. ഓണപരീക്ഷ സെപ്റ്റംബർ 3 മുതൽ 12 വരെ നടക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് കിട്ടാത്തവർക്ക് ബ്രിഡ്ജ് കോഴ്സ് നടത്തുമെന്നും അറിയിപ്പിലുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇവർക്ക് വീണ്ടും പരീക്ഷ നടത്തുമെന്നാണ് അറിയിപ്പ്. ഇതിനൊപ്പം തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെയും സ്കൂൾ ഒളിമ്പിക്സിൻ്റെയും ശാസ്ത്രമേളയുടെയും തീയതിയും സ്ഥലവും വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബർ 3 മുതൽ 7 വരെ തിരുവനന്തപുരത്താകും നടക്കുക. സ്കൂൾ ഒളിമ്പിക്സ് നവംബർ 4 മുതൽ 11 വരെ എറണാകുളം ജില്ലയിൽ നടക്കും. ശാസ്ത്രമേള നവംബർ 14 മുതൽ 17 വരെ ആലപ്പുഴ ജില്ലയിലാകും അരങ്ങേറുക. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. നഗരസഭ അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം കോമ്പൗണ്ട് അനധികൃത പാർക്കിംഗ് കേന്ദ്രമായി മാറിയതായി ആക്ഷേപം. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച സ്റ്റേഡിയം ഇതുവരെയും കായിക താരങ്ങൾക്ക് നഗരസഭ തുറന്നുകൊടുത്തിട്ടില്ല. നഗരസഭ വിട്ടു നൽകിയ സ്ഥലത്ത് കായിക വകുപ്പ് 10 കോടിയോളം രൂപ ചിലവിട്ടാണ് സ്റ്റേഡിയം നിർമ്മിച്ചത്. BD ദേവസി MLA ആയിരുന്ന കാലത്താണ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. നഗരസഭ വിട്ടു നൽകിയ സ്ഥലത്ത് കായിക വകുപ്പ് 10 കോടിയോളം രൂപ ചിലവിട്ടാണ് സ്റ്റേഡിയം നിർമ്മിച്ചത്. തുടർന്ന് സ്റ്റേഡിയം നഗരസഭയ്ക്ക് കൈമാറുകയും ചെയ്തു. സ്റ്റേഡിയത്തിനുള്ളിൽ വുഡൻ ഫ്ലോറിംഗ് നടത്തുന്ന പ്രവൃത്തികൾ മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത്. എന്നാൽ 3.5 വർഷത്തോളമായിട്ടും സ്റ്റേഡിയം കായിക താരങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ നഗരസഭ തയ്യാറായിട്ടില്ല. സ്റ്റേഡിയം തുറന്നു കൊടുത്താൽ നിരവധി ദേശീയ മത്സരങ്ങൾക്ക് വേദിയായേനെ. ബൈബിൾ കൺവെൻഷനുകൾക്കും എക്സിബിഷനുകൾക്കും ഇൻഡോർ സ്റ്റേഡിയം വാടകയ്ക്ക് നൽകുന്ന പ്രവൃത്തികൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. സ്റ്റേഡിയത്തിൽ നിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന പൈപ്പുകളും വാൽവുകളും അടക്കമുള്ളവ മാസങ്ങൾക്ക് മുമ്പ് മോഷണം പോയിരുന്നു. ഇത് സംബന്ധിച്ച അന്വേഷണം പാതി വഴിയിലാണ്. സ്റ്റേഡിയം കോമ്പൗണ്ട് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തി തീപിടുത്തം ഉണ്ടാകുന്നതും പതിവാണ്. മാലിന്യങ്ങൾ ചീഞ്ഞഴിഞ്ഞുള്ള ദുർഗന്ധവും നാട്ടുകാർക്കും സമീപ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ദുരിതമാകുന്നുണ്ട്. പകൽ സമയങ്ങളിൽ അനധികൃത പാർക്കിങ്ങും രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രവുമായി മാറിയിരിക്കുകയാണ് ചാലക്കുടിയിലെ ഇൻഡോർ സ്റ്റേഡിയം എന്ന ആക്ഷേപം ഉയരുന്നത്. മീഡിയ ടൈം, ചാലക്കുടി.
ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിലെ ആദ്യത്തെ ബോട്ട് ജെട്ടി നിർമ്മാണം കയ്പമംഗലത്ത് കനോലി കനാലിന്റെ തീരത്ത് ആരംഭിച്ചു. പെരിഞ്ഞനം കയ്പമംഗലം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കാക്കത്തിരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത്. കയ്പമംഗലം പെരിഞ്ഞനം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കനോലി കനാലിന്റെ പഴയ കടവിലാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത്. പണ്ടുകാലത്ത് ഇവിടെയാണ് വഞ്ചികൾ അടുത്തിരുന്നത്. കോട്ടപ്പുറം, കണ്ടശംകടവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ചരക്കുകൾ കൊണ്ടുവന്നിരുന്നതും കൊണ്ടുപോയിരുന്നതുമെല്ലാം ഈ കടവ് വഴിയാണ്. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിൽ തൃപ്രയാർ, ഏനമാവ്, കയ്പമംഗലം എന്നിവിടങ്ങളിലായി 3 ബോട്ട് ജെട്ടികളാണ് നിർമ്മിക്കുന്നത്. ഇതിൽ ആദ്യത്തെ നിർമ്മാണമാണ് കയ്പമംഗലത്ത് ആരംഭിച്ചിരിക്കുന്നത്. 15 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള ബോട്ട് ജെട്ടിയാണ് നിർമ്മിക്കുന്നത്. ഇതോട് ചേർന്ന് 40 മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കുന്നുണ്ട്. 90 ലക്ഷം രൂപയാണ് പദ്ധതി തുക. ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് E.T. ടൈസൺ MLA പറഞ്ഞു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P.K. സുകന്യ, പഞ്ചായത്ത് അംഗങ്ങളായ ഷെഫീഖ് സിനാൻ, P.A. ഇസ്ഹാഖ്, ഖദീജ പുതിയ വീട്ടിൽ, സിബിൻ അമ്പാടി, തൃശൂർ അഡീഷണൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുമേഷ് കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ K.M. സ്മിജ, ഓവർസിയർ നകുൽ, കോൺട്രാക്ടർ ഷബീബ് എന്നിവർ സന്നിഹിതരായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഏങ്ങണ്ടിയൂരിലെ ദളിത് യുവാവായ വിനായകന്റെ മരണത്തിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കോടതിയിൽ റിപ്പോർട്ട് നൽകി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി VA ഉല്ലാസാണ് റിപ്പോർട്ട് നൽകിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്തിയത്. 1-ാം പ്രതി സാജൻ, 2-ാം പ്രതി ശ്രീജിത്ത് എന്നീ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആത്മഹത്യ പ്രേരണ ചുമത്താനാകില്ലെന്നാണ് റിപ്പോർട്ട്. വിനായകനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചത് പിടിച്ചുപറി കേസിൽ കുറ്റസമ്മത മൊഴി നേടിയെടുക്കുന്നതിന് വേണ്ടിയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അത് ആത്മഹത്യ പ്രേരണയാകുന്നില്ലെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. 2017 ജൂലൈ 17-നാണ് വിനായകനെ പിടിച്ചുപറി കുറ്റം ആരോപിച്ച് പാവറട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ജൂലൈ 18-ന് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ വീണ്ടും അപകടം. സിഗ്നലിൽ നിർത്തിയിട്ട കാറിൽ പിക്കപ്പ് ഇടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്ന് ചെർപ്പുളശ്ശേരിയിലേക്ക് പോയ കുടുംബം സഞ്ചരിച്ച കാറിൽ കോട്ടയത്ത് നിന്ന് വന്ന പിക്കപ്പ് ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് പിക്കപ്പ് തകരാറിലായതോടെ ദേശീയപാതയുടെ ഒരു ഭാഗത്തേറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. അളഗപ്പ നഗർ വെണ്ടൂർ ശ്രീ ഭുവനേശ്വരി നമ്പൂരിയച്ഛന്റെ ക്ഷേത്രത്തിൽ മോഷണം. 2 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. ശ്രീകോവിലിനും നാഗത്തറയ്ക്കും മുൻപിലുള്ള ഭണ്ഡാരങ്ങളാണ് പൊളിച്ചത്. നാഗത്തറയ്ക്ക് മുൻപിൽ നിന്ന് ഭണ്ഡാരം കുത്തിത്തുറക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് കമ്പി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 3 മാസം മുൻപാണ് ഭണ്ഡാരത്തിലെ പണം എണ്ണി തിട്ടപ്പെടുത്തിയെടുത്തത്. ഏകദേശം 30,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കുഞ്ഞു മനസ്സിലെ വലിയ നന്മകളുമായി നിരവധി കുട്ടികളാണ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം നൽകുന്നത്. അക്വേറിയം വാങ്ങുന്നതിന് കുടുക്കയിൽ നാളുകളായി സ്വരൂപിച്ചു വച്ചിരുന്ന പണം വയനാട്ടിലെ ദുരിതബാധിതർക്കായി സമർപ്പിച്ച് മാതൃകയായിരിക്കുകയാണ് 8ാം ക്ലാസ്സുകാരൻ. മാളാഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിനവ് KL ആണ് തന്റെ കൊച്ചു സമ്പാദ്യം ദുരിതബാധിതർക്കായി പ്രധാന അധ്യാപികയ്ക്ക് കൈമാറിയത്. കുഴിക്കാട്ടുശ്ശേരി കിഴക്കൂടൻ ലെനി ശ്രീകല ദമ്പതികളുടെ മകനാണ് അഭിനവ്. വയനാട്ടിലെ മനുഷ്യരുടെ സങ്കടം വളരെയധികം വിഷമിപ്പിച്ചു എന്നും തന്റെ ആഗ്രഹത്തേക്കാൾ പ്രധാനമാണ് അവരുടെ സുരക്ഷ എന്നും അഭിനവ് പറയുന്നു. 2018-ൽ പ്രളയമുണ്ടായ സമയത്തും ഇത്തരത്തിൽ സഹായം നൽകിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച മാളയിലെ സ്വാതന്ത്ര്യ സമര സേനാനി MT ലാസർ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം ഓഗസ്റ്റ് 11-ന് നടത്തും. വൈകിട്ട് 4:30-ന് മാള KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ജോസഫ് മേരി സാംസ്കാരിക വേദിയിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. സ്വാതന്ത്ര്യ സമര സേനാനികളിൽ തിരുക്കൊച്ചിയുടെ ഗർജിക്കുന്ന സിംഹം എന്ന വിശേഷണമുള്ള MT ലാസർ മാസ്റ്ററിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും അനുസ്മരണം നടത്തും.
അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്താൻ മാളയിൽ ഉചിതമായ സ്മാരകം നിർമ്മിക്കാൻ സർക്കാരിന് നിവേദനം സമർപ്പിക്കുമെന്നും മാള പൗരാവലി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പഴയകാലത്ത് നാടിനു വേണ്ടിയും ഈ രാജ്യത്തിന് വേണ്ടിയൊക്കെ പടപൊരുതിയവരും മറ്റും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരുപാട് പേർ ത്യാഗം സഹിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പങ്കെടുക്കുന്നത്. അപ്പം അവരുടെ ഏറ്റവും പ്രധാനിയാണ് MP രാസ മാസ്റ്റർ. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്ത ഈ പരിസ്ഥിതിയുള്ള ഏക വ്യക്തിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തെ ആചരിക്കാതെ മരിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് പൗരാവലി ആ വിഷയം ഏറ്റെടുത്തത്. കഴിഞ്ഞ 25 വർഷമായിട്ട് ആരും അത് സ്മരിച്ചിട്ടില്ല. പൗരാവലി പ്രസിഡന്റ് ഡോക്ടർ രാജു ഡേവിസ് പെരേപാടൻ, സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത്, AB തോമസ്, ഡേവിസ് പാറേക്കാട്ട്, KC വർഗീസ്, ജോളി വടക്കൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. മേലടൂർ സൗഹൃദ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായി സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. മേലടൂരിലെ പകൽവീട് സൗഹൃദ വയോജന ക്ലബ്ബ് എന്നും മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വളരെ സന്തോഷകരവും മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു പകൽവീടാണ് നമ്മുടെ മേലടൂരിലെ പകൽവീട്. അത് പാതയം എന്ന പദ്ധതിയുടെ കാര്യം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിൽ തന്നെ ഇതുപോലെ ഭക്ഷണം കൊടുക്കുന്ന ഒരു വയോജന ക്ലബ്ബ് തന്നെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ എല്ലാ മാസവും ആയുർവേദവും ഹോമിയോയും അലോപ്പതി അടക്കമുള്ള ക്യാമ്പുകൾ വെച്ചുകൊണ്ട് ആരോഗ്യ സംരക്ഷണ രംഗത്തു കൂടി തുടർച്ചയായി ഇടപെടുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷകരമാണ്. ക്ലബ്ബ് പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷനായിരുന്നു. അന്നമനട ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിഷ എലിസബത്ത് ജോയ് ക്യാമ്പിന് നേതൃത്വം നൽകി. ക്ലബ്ബ് സെക്രട്ടറി MC പോൾ, ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് MI ടോമി എന്നിവർ സംസാരിച്ചു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സാരംഗ് 2024 തുടക്കമായി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന കലയുടെ ഉത്സവത്തിന് മാതൃസമിതി വെൽഫെയർ സമിതി പ്രസിഡന്റുമാരായ വിജീഷ അനിൽ, TS മനോജ് കുമാർ എന്നിവർ ദീപജ്വലന കർമ്മം നിർവഹിച്ചു. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശ്രുതിനാഥ് M രാജേശ്വരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി VB രാജേഷ് അധ്യക്ഷത വഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമകൃഷ്ണൻകുട്ടി, മാനേജർ TK സതീഷ്, പ്രിൻസിപ്പൽ റോഷൻ എന്നിവർ സംസാരിച്ചു. വയനാട് പ്രകൃതി ദുരന്ത ബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി JD സഭ. ജ്ഞാനാർത്ഥദായിനി സഭയുടെ സംഭാവന പ്രസിഡന്റ് NK ജയരാജ് നഗരസഭാ ചെയർപേഴ്സൺ TK ഗീതയ്ക്ക് കൈമാറി. മുനിസിപ്പൽ വൈസ് ചെയർമാൻ VS ദിനിൽ, സഭാ വൈസ് പ്രസിഡന്റ് KR സുഭാഷ്, NG സുരേഷ്, സ്കൂൾ മാനേജർ PK അശോക് കുമാർ, സെക്രട്ടറി ശ്രീകുമാർ, രവീന്ദ്രൻ നടുമുറി, MS സുഭാഷ്, NP പ്രകാശൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇരിഞ്ഞാലക്കുടയിൽ പ്രവർത്തിച്ചു വരുന്ന ബ്ലൂ മിസ്റ്റി കൺസൾട്ടൻസി വഴി വിദേശ രാജ്യങ്ങളായ അയർലൻഡ്, പോർച്ചുഗൽ എന്നിവിടങ്ങളിലേക്കുള്ള തൊഴിൽ വിസ വാഗ്ദാനം നൽകി പണം തട്ടിയ പ്രതി ഇരിഞ്ഞാലക്കുട പോലീസിന്റെ പിടിയിലായി. അവിട്ടത്തൂർ സ്വദേശിയായ ചോളിപ്പറമ്പിൽ സിനോബിനെയാണ് ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിന് ശേഷം പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടിയത്. പ്രതിക്കെതിരെ കൊടുങ്ങല്ലൂർ, മാള, ചാലക്കുടി പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ കേസുകൾ നിലവിലുണ്ട്. നമ്മൾ കൂളിമുട്ടത്തുകാർ UAE പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൂളിമുട്ടം വില്ലേജ് പ്രദേശത്തെ വിവിധയിടങ്ങളിൽ കോൺവെക്സ് മിററും ദിശാബോർഡും സ്ഥാപിക്കുന്നു. പൊക്ലായി ഡബിൾ പോസ്റ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൂട്ടായ്മ ഉപദേശക സമിതി ചെയർമാനും ലോക കേരള സഭ അംഗവുമായ EK സലാം അധ്യക്ഷത വഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ EK ബിജു, നമ്മൾ കൂളിമുട്ടത്തുകാർ UAE പ്രസിഡന്റ് സഞ്ജയ് സജിത്, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, പ്രവാസി കൂട്ടായ്മ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.
പുല്ലൂറ്റ് BK രാജൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭാ സംഗമവും അവാർഡ് ദാനവും നടന്നു. PTA നേതൃത്വത്തിൽ UAE പുല്ലൂറ്റ് അസോസിയേഷന്റെ സഹകരണത്തോടെ നടത്തിയ സംഗമം വാർഡ് കൗൺസിലർ അനിത ബാബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TA നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ രാജപ്പൻ മലാന്തറ, സതി രാജപ്പൻ എന്നിവർ മുഖ്യാതിഥികളായി. കൗൺസിലർ PN വിനയചന്ദ്രൻ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് MR രാധ, ഹൈസ്കൂൾ പ്രധാന അധ്യാപിക PP മണി, PTA വൈസ് പ്രസിഡന്റ് TP മഹേഷ്, SMC ചെയർമാൻ PS സുജിത്, മുൻ പ്രിൻസിപ്പൽ KK സാഹിദ, KD ബുൾഹർ എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂളിന്റെയും വിവിധ വ്യക്തികളും സംഘടനകളും ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡുകളും എൻഡോമെന്റുകളും വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം മേഖലയിൽ അടച്ചിട്ട വീടുകളിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. പുതുക്കാട് സ്വദേശി കരയാം വീട്ടിൽ വിനോദിനെയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. നഗരസഭ അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം കോമ്പൗണ്ട് അനധികൃത പാർക്കിംഗ് കേന്ദ്രമായി മാറിയതായി ആക്ഷേപം. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച സ്റ്റേഡിയം ഇതുവരെയും കായിക താരങ്ങൾക്ക് നഗരസഭ തുറന്നുകൊടുത്തിട്ടില്ല. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിലെ ആദ്യത്തെ ബോട്ട് ജെട്ടി നിർമ്മാണം കയ്പമംഗലത്ത് കനോലി കനാലിന്റെ തീരത്ത് ആരംഭിച്ചു. പെരിഞ്ഞനം, കയ്പമംഗലം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കാക്കാത്തുരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.